ഞാനിന്ന് വന്നിട്ടുള്ളത് ക്വാറൻറ്റൈൻ മൈ ഡേ ലൈഫ് എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ മൈ ലൈഫ് ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരും ചോദിക്കും നിങ്ങളെന്താ ചെയ്യാത്തത്. എനിക്കതിനോട് വലിയ താല്പര്യമില്ല. അപ്പം എന്നോട് ഇപ്പോൾ ഈ അടുത്തിന് ഹസ്ബൻഡ് ക്വാറൻറ്റൈനിലാണല്ലോ. അപ്പോൾ എന്നോട് ഞങ്ങളുടെ കുടുംബത്തിലൊരു താത്ത പറഞ്ഞതാണ് ക്വാറൻറ്റൈൻ വ്ളോഗ് ചെയ്തോ, നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം രാവിലെ ഉള്ളൊരു കാഴ്ചകളാണ്. എനിക്ക് വന്നാൽ ഇപ്പം പുറത്തൊന്ന് ഇറങ്ങി കോഴിക്കളൊക്കെ ഒന്ന് നോക്കി അരക്കൊന്ന് വിട്ട് ബാക്കിൽ തന്നെ പാടമുണ്ട്. ആ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും. അപ്പോൾ കുറേ കാക്കകളും പ്രാക്കളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ അത് ഒന്ന് ഇതിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കാഴ്ചകൾ. ഞങ്ങളെ പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഞാറ് പാകിയതാണ്. അതിൽ കൊക്കുകൾ വന്നിരിക്കണതാണത്. എന്നെ കണ്ടപ്പോൾ പാറിപ്പോയതാണ്. നല്ല ഭംഗി കാണാൻ. ആ പച്ച നാറിൽ വെളുത്ത കൊക്കുകൾ ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് അതൊന്ന് വീഡിയോ പിടിക്കാൻ മതി. ഞാൻ ആ പാടവരമ്പിലൂടെ പോയതാണ്. പിന്നെ കണ്ടപ്പോൾ ഓടി. നല്ല ഒരു എന്താ പറയുക കാഴ്ചയായിരുന്നു. രാവിലെ തന്നെ ഒരു 6:45 സമയമൊക്കെ ആയപ്പോഴാണ്. ഇന്ന് മഞ്ഞ് കുറവായിരുന്നു. എന്നിട്ട് നല്ല പാടത്തെല്ലാം മഞ്ഞുണ്ടായിനി. ഇന്ന് മഞ്ഞ് വല്ലാതല്ല. അപ്പോൾ തൊട്ടപ്പുറത്തെ പാടത്തന്നെ കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. പിന്നെ കണ്ടപ്പോൾ മീനുകളൊക്കെ മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇല പറിച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊത്തി തിന്നാനായിട്ട് വന്നതാണ്. അപ്പോൾ ക്വാറൻറ്റൈനിൽ ഇരിക്കണ ഹസ്ബൻഡിന് ഒരു ദിവസത്തെ ഫുഡ് കൊടുക്കണ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതേപോലെ എന്നും മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഇൻഷാ അല്ലാഹ്. രാവിലെ ഒരു ഫ്ലാസ്ക് വെള്ളം തിളപ്പിച്ചേക്കും. 1 ലിറ്ററൊക്കെ കൊള്ളും ആ ഫ്ലാസ്കിൽ. അതിലേക്ക് തുളസി ഒന്ന് കുത്തിച്ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കും. അതുപോലെ പേരയ്ക്കൻ്റെ ആ തൂമ്പ്, അത് ഷുഗറിന് നല്ലതാണ്. തുളസിയും പിന്നെ പേരയ്ക്കൻ്റെ ഇലയ്ക്ക്. പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ചിടും. അതുപോലെ ഒരു ചെറിയ കഷ്ണം, അതുപോലെ ഒരു ഒറ്റ വലിയ വെളുത്തുള്ളി അതൊന്ന് ചതച്ചിടും. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കും. പിന്നെ ഉലുവ, അതുപോലെ കരിഞ്ജീരകം, ഇതെല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. വെട്ടി തിളച്ചിട്ട് ഓഫാക്കുന്നുണ്ട്. ഓഫാക്കുമ്പോൾ പിന്നെ ഈ ഇലയൊക്കെ അതിൻ്റെ സത്തൊക്കെ അതിൽ ആയിട്ട് നന്നായിട്ട് കളറൊക്കെ മാറും ആ വെള്ളം. ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല. മഞ്ഞൾ ഇടേണ്ടവർക്ക് മഞ്ഞൾ ഇടാം. അപ്പോൾ അതേമാതിരി വെട്ടി തിളച്ചിട്ട് ഇതിനെ ഓഫാക്കിയിട്ട് ഞാനിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ എല്ലാ ഇതിൻ്റെയും സത്തൊക്കെ നന്നായിട്ട് തിളച്ചായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഫ്ലാസ്കിലേക്ക് പറഞ്ഞ് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഓഫാക്കിയപ്പോൾ അതിൻ്റെ ഇലയൊക്കെ അടി പോയി. എല്ലാ ഇതും ഇതിൻ്റെ തെളി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഇലയൊന്നും ഇതിലേക്ക് ഒഴിക്കൂല. അപ്പോൾ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ എല്ലാ ഫലങ്ങളും. ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ചെറു ചൂടിൽ. നല്ല ചൂട് തന്നെ ഉണ്ട്. ഒന്ന് ഫ്ലാസ്ക് ഒഴിച്ച് വെച്ചാൽ പിന്നെ ആ ചെറു ചൂടിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും തിളപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോൾ അതുണ്ട് എല്ലാ വെള്ളം അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് പഴം പുഴുങ്ങിയതും ചായയാണ് ഉണ്ടാക്കി കൊടുത്തത്. അത് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ്. പിന്നെ ഞാൻ ഒരു 10 മണിയാകുമ്പം പലവക കൂട്ടാനുണ്ടാക്കി. ചെറിയ ചേമ്പ്, പപ്പായ, അതുപോലെ എണ്ണിത്തണ്ട്, എണ്ണിക്കാമ്പ്, ചേമ്പിൻ്റെ ഇലയും തണ്ടും കൂടി ആ തൂമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി കുക്കറിലിട്ട് വേവിച്ചിട്ട് ഒന്ന് ഒരു വിസിലടിച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചിട്ട് അത് വേവിച്ചെടുക്കും. ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് അടുപ്പിൽ വെച്ചത്. ഈ പലവക കൂട്ടാനൊക്കെ ഉള്ള ഫലം എന്തായാലും നമ്മുടെ ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടാനും കഞ്ഞി. പിന്നെ കഞ്ഞി പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ഷുഗർ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിൽ വെക്കുകയാണ്. നമ്മുടെ കൂട്ടാനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. എല്ലാം വെന്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്ത് ഇടണം. ഇനി വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ട് പിന്നെ കൂട്ടാൻ
ഈ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കുക്കറിൽ നിന്ന്. നമ്മളെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ചായ ഒരു 8 മണിക്കാണ് കൊടുത്തത്. പിന്നെ കൂട്ടാൻ കൊടുക്കുന്നത് ഒരു 10:30ക്കാണ്. സുബഹിസ്കരിച്ചിട്ടൊന്ന് കിടന്നുറങ്ങും. പിന്നെ നീക്കുക 8 മണിക്കാണ്. അപ്പം പിന്നെ കൂട്ടാൻ ഒരു 10-10:30 ആകുമ്പോൾ കൊണ്ട് കൊടുക്കും. അതിൻ്റെ കൂടെ വെള്ളമാണ് കൊടുത്തത്, കഞ്ഞി കൊടുക്കാറില്ല. കുറച്ച് ഷുഗർ അധികമാണ്. അപ്പോൾ കൊറോണയൊക്കെ അവിടുന്ന് കൊറോണ ഉണ്ടായതാണ്. അപ്പോൾ അതിന് ഫ്രൂട്ട്സൊക്കെ കണ്ടമാനം വാങ്ങി കഴിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ഷുഗർ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് എഴുതിയാണ് ഇങ്ങനത്തെ കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഒരു 10:30 ആയപ്പോൾ കൂട്ടാൻ കൊണ്ടുവച്ച് കൊടുത്തു. ഞാനവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ട് വെക്കും. പിന്നെ പുറത്ത് സിറ്റൗട്ട്, വിശാലമായ സിറ്റൗട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കൽ. പുറത്ത് വണ്ടി പോകണമൊക്കെ കാണും ചെയ്യുക. നല്ല പ്രകൃതി രമണീയമായ കാറ്റും കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കും ചെയ്യാം. അപ്പം അവിടെ കൊണ്ടിരുന്നങ്ങാണ്ട് കഴിക്കുകയാണ്. വെള്ളമുണ്ട് അവിടെ. പുറത്തെ കാഴ്ചകളും അതുപോലെ അതിൽ ആര് പോവുകയാണെങ്കിലും വിളിച്ചിരുത്തി അവിടെ താഴെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ അതൊരിക്കൊരു നേരം പോക്കാണ്. പിന്നെ 10-10:30ക്ക് കൂട്ടാനൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പേപ്പറൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് അടിച്ചോരി തുടച്ചൊക്കെ ചെയ്തു. അപ്പോൾ ചെറിയൊരു എക്സസൈസും ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്നെ അതൊക്കെ ഒന്ന് അടിച്ചോരി തുടച്ച് ചെറുതായിട്ട് ഒന്ന് തുടച്ച്, ഞാൻ തുടക്കണ വടിയും ചൂലും മുറൊക്കെ മുകളിൽ തന്നെ വെച്ചേക്കാണ് അവിടെ ചെയ്യാനുള്ളത്. താഴത്തുനിന്ന് കൊണ്ടുപോകാറില്ല. അപ്പം അടിക്കലും തുടക്കലൊക്കെ പഠിച്ചു എന്ന് തന്നെ പറയാം. കണ്ടിട്ട് നമുക്ക് ഗതികേടൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതല്ലേ നിയമം. അപ്പം അവരെന്നെ ചെയ്യാണ്. ഈ റോഡിൻ്റെ സൈഡായതുകൊണ്ട് നല്ല പൊടിയുണ്ട്, വെയിലൊക്കെ ആയതുകൊണ്ട്. ഉച്ചക്കത്തിന് ഞാൻ മത്തി, നെല്ലിക്കയും പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നെല്ലിക്ക വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതും ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചക്കുരുമുളകും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മത്തി വെട്ടി കേകി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ടും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അത് മസാല എല്ലാത്തിലും പുരട്ടി വെക്കുക. ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. മീൻ ഉടയണത് നോക്കണം, കാരണം മീൻ വരിഞ്ഞിട്ടാണ് നമ്മൾ പൊരിക്കാൻ വരിയും പോലെയാണ് വരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ, നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. നെല്ലിക്ക അത്ര പുളി ഉണ്ടാവില്ല, ഉണക്ക നെല്ലിക്ക നല്ല പുളി ഉണ്ടാകില്ല. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പുളി ഞാൻ ഒഴിച്ചത്. പുളി ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വാഴൻ്റെ ഇല വാട്ടിയിട്ട് ഒരു മണ്ണിൻ്റെ ചട്ടിയിൽ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മീൻ മസാല കൂട്ടിയത് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പ് അതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് മുകളിൽ ഇല വെച്ചിട്ട് അടുപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മീൻ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ വെക്കാമെന്ന് കരുതി. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഉണ്ട് എൻ്റെ വീഡിയോസിൽ. ഇപ്പം ചോറൊക്കെ ആയി, മത്തൻ കറി ഉണ്ടാക്കി, ഉപ്പേരി, കൈപ്പങ്ങ ഉപ്പേരിയൊക്കെ വെച്ച് ഇപ്പം ഉച്ചക്ക് ചോറ് വിളമ്പാണ്. ഞാനൊരു 3 കോരി ചോറാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കൊടുക്കണില്ല, കാരണം കൂട്ടാനുകളൊക്കെ തന്നെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഒരു 3 നേരം കഴിക്കണത് ഒരു 6 നേരം ആക്കിയിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. ആ മത്തിയൊക്കെ ആയി. മത്തി ഞാൻ ആ ചോറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മത്തി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നെല്ലിക്ക അരച്ച് പച്ചക്കുരുമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ തലേന്ന് മോര് കാച്ചിയുണ്ടെങ്കിൽ ആ മോര് കാച്ചിയതും കൈപ്പങ്ങ ഉപ്പേരി, മത്തൻ കറി, അതുപോലെ നെല്ലിക്ക കടു പിന്നെ ഇട്ടതാണ്. കടു നെല്ലിക്കയാണ്, മത്തി, ചോറും ഇതെല്ലാം കൂടി ഉച്ചക്കത്തെ ഫുഡാണ്. ഉച്ചക്കത്തെ ഫുഡ് ഞാൻ മുകളിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. എല്ലാം പാത്രത്തിലാക്കിയിട്ട് ഞാനവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കും. പിന്നെ പാത്രങ്ങൾ പിന്നെ അവിടുന്ന് ബേസിൽ നിന്ന് കഴുകിയിട്ട് അവിടെ തന്നെ വെക്കലാണ്. രാത്രിക്കത്തെ ഫുഡ് ഞാൻ അതിൽ കൊണ്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ചോറൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് തന്നെ പോവുകയാണ്. ഞാനവിടെ ഒരു ജനലുണ്ട്, ആ ജനലിൻ്റെ അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കൽ.
വീട്ടിൽ തന്നെ ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സൗകര്യമുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. മറ്റേ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത്രയൊന്നും പിന്നെ ഐറ്റംസ് ഒന്നും നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാനും കഴിയൂല. അപ്പോൾ ഞാൻ മീൻ അച്ചാർ ഇട്ട് വെച്ചിരുന്നു വരുന്നതിന് മുമ്പേ. അപ്പോൾ അതാണ് എടുത്ത് ഇളക്കി എടുക്കുന്നത്. അച്ചാർ, ചമ്മന്തി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുറത്തിരുന്ന് കഴിക്കുകയാണ്. സ്വന്തം വീട്ടിലെത്തിയിട്ടും ഒറ്റയ്ക്ക് കഴിക്കേണ്ട ഒരവസ്ഥയാണ്. കണ്ടിട്ടും ഒറ്റയ്ക്ക് കഴിച്ചിട്ടും സങ്കടമൊക്കെ ഉണ്ട്. പിന്നെന്താ ചെയ്യുക, കൊറോണ കാരണമാണല്ലോ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അപ്പം സർക്കാർ പറഞ്ഞ നിയമം പാലിച്ചല്ലേ പറ്റുള്ളൂ. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കൂട്ടാനുകൾ ഉണ്ടാക്കി കൊടുക്കും. കൂട്ടാൻ അധികം കൊടുക്കും, ചോറ് കുറച്ചും കൊടുക്കും. കടുനെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അത് നെല്ലിക്കയും കഴിക്കും. അതിൻ്റെ ആ ഒരു വെള്ളം നല്ലോണം മോന്തി കുടിക്കും. നല്ലതാണ്. ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ് കടുനെല്ലിക്ക. ഉണ്ടാക്കുന്ന സുർക്ക ഒഴിക്കാതെ ഉണ്ടാക്കിയ അച്ചാറല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഉലുവയും കടുവൊക്കെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയാണ്. അപ്പം 4 മണിക്ക് ചായ ഉപ്പുമാവാണ് കൊടുത്തത്. ചെറിയ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി ചായയും കൊടുത്തു. ഒരു 1:30 ആയപ്പോൾ ചോറ് കൊടുത്തു. പിന്നെ 4 മണിക്ക് കൃത്യം ഞാൻ ചായയും ഉപ്പുമാവും കൊണ്ടേ കൊടുത്തു. വെറുതെ ഇരുന്നാൽ തന്നെ ഒരു വിശപ്പ് കൂടുതലാണല്ലോ ആർക്കാണെങ്കിലും. അപ്പോൾ വിശക്കുന്ന് എഴുതിയിട്ട് ഞാൻ 3 നേരമുള്ളത് 6 നേരം ആക്കി കൊടുത്തതാണ്, അളവ് കുറച്ചിട്ട്. ഇപ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ ഞാൻ റാഗി ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റാഗി വെള്ളത്തിലിട്ടിരുന്നു. അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് അടിച്ചെടുത്ത് അതേ ഒന്ന് അരിച്ചിട്ട് ആണ് കാച്ചി കൊടുത്തത്. അത് ഒന്നും പൊട്ടിച്ചെടുത്ത് അതിൻ്റെ പാലൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ടൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് അത് കുറുക്കിയെടുക്കുകയാണ് ചെയ്തത്. അതിലേക്കൊരു സ്പൂണ് ഞാൻ ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് കുറുകണ്ട, നമ്മൾ വലിച്ച് കുടിക്കണ ആ ഒരു പ്രായത്തിലാണ് ഞാൻ കാച്ചിയെടുത്തിട്ടുള്ളത്. ഈ റാഗി വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. രക്തം ഉണ്ടാവാനും അതിനൊക്കെ നല്ലതാണ്. നമ്മളിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി, മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇത് ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടു കൊടുത്തത്. ഇനി ഒരു 8:30 ആണ് അടുത്ത ഫുഡ് കൊടുക്കുക. പിന്നെ 8:30 ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരു 9:30 ആകുമ്പോൾ കിടക്കും. കാരണം ഭക്ഷണം കഴിച്ച പാടെ കിടക്കാൻ പറ്റില്ല എന്നില്ല ആണല്ലോ. അപ്പോൾ പിന്നെ ഒരു 8:30 ആകുമ്പോൾ കൃത്യം 8:30 ആകുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കും. ഞാൻ ചപ്പാത്തിയാണ് രാത്രി ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തിയുടെ പ്ലേറ്റിൽ കൊണ്ട് വെച്ച് കൊടുത്തു. അതിന് മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് കൊടുത്തത്. പിന്നെ പാല് വെള്ളം നീട്ടിയിട്ട് പാലും കൊടുത്തിട്ടുണ്ട്. പാല് കിടക്കുമ്പോഴാണ് കുടിക്കുക. 8:30 ഭക്ഷണം കഴിച്ചാൽ കുറച്ച് സമയം ഇരുന്നിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേന് കിടന്നുറങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ക്വാറൻറ്റൈൻ മൈ ഡേ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.